Meet the editors. ശേഷാദ്രി നിയമനം പുകയുന്നുണ്ടോ എന്നാണ് ചോദ്യം. പി എസ് സുനിൽ, ഇപ്പോൾ പല നിയമനങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയാണ്. പല നിയമനങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നത് ഉള്ളിൽ നിന്ന് തന്നെയാണ്. നോക്കൂ, കെ ബി പ്രദീപിൻ്റെ വിഷയം എന്ന മാധ്യമങ്ങളാണ്, റിപ്പോർട്ടറാണ് ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. ഒടുവിൽ അതിൽ യൂട്ടേൺ അടിക്കേണ്ടി വന്നു. കെ ബി പ്രദീപിൻ്റെ നിയമനം റദ്ദാക്കി, അഥവാ രാജിവെച്ച് പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ബിന്നി തോമസിൻ്റെ വിഷയത്തിലും മാധ്യമമാണ്, നമ്മൾ തന്നെയാണ് ആ വിഷയം റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ ഇത് പ്രതിപക്ഷത്തു നിന്ന് ഉയർന്നിരിക്കുന്ന ആരോപണമല്ല. കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി തന്നെ പറയുകയാണ് കടുത്ത സംഘി താല്പര്യമുണ്ടെന്ന്. ടു കോട്ട് നിയാസ്, അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ ഭരണഘടനാപരമായ ഒരു പദവിയിലേക്ക് വയ്ക്കാൻ കഴിയുമോ? അടുത്ത 5 വർഷത്തേക്ക് അദ്ദേഹത്തെ ഇനി മാറ്റാൻ പോലും കഴിയില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷനിലെ അംഗം കൂടിയാണ് ഈ പറയുന്ന സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുന്നത്. ആ പദവിയിലേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ രാഷ്ട്രീയമായി കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തേണ്ടതായിരുന്നില്ലേ എന്നതാണ്. ശേഷാദ്രി പുകയുകയാണോ? തീർച്ചയായും ഇത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ പി എം നിയാസ്, അദ്ദേഹം ചെറിയ വ്യക്തിയല്ലല്ലോ. അപ്പോൾ പി എം നിയാസ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്ക് പുറത്തേക്ക് ഉയർത്തിയ വലിയ ഒരു ചോദ്യമാണിത്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കത്തയക്കുന്നു, പാർട്ടിയിൽ ഈ വിഷയത്തിൽ പരാതി ഉയർത്തുന്നു. ശേഷാദ്രിനാഥ് ഒരു സംഘപരിവാർക്കാരനാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ് നേതാവാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കെ പി സി സി ജനറൽ സെക്രട്ടറിയായ പി എം നിയാസ് ആണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ആരോപണം ഉന്നയിച്ച അദ്ദേഹത്തെ ഒരു കാരണവശാലും ഈ പദവിയിലേക്ക് നിയമിക്കരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. വലിയ സംശയങ്ങൾ ഈ വിഷയത്തിൽ ഉയർത്തുകയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ ആ പോസ്റ്റിൽ നിയമിച്ചത് എന്ന ചോദ്യം കോൺഗ്രസിനകത്ത് തന്നെ ഉയരുകയാണ്. കെ എം ഷാജി ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് രാജ്യം ഏറ്റവും അപകടകരമായ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ ഒരാളുടെ താടി നോക്കി, ഒരാളുടെ വസ്ത്രം നോക്കി, ഒരാളുടെ മുഖം നോക്കി അദ്ദേഹത്തെ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. അങ്ങനെയല്ല ഒരാളെ വിധിക്കേണ്ടത്. ഈ ശേഷാദ്രിനാഥ് എന്ന് പറയുന്ന ആൾ ഏറ്റവും ജെന്യൂനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൽ, അദ്ദേഹത്തിൻ്റെ കോടതി വിധികളിൽ അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ കൂടി അറിഞ്ഞാണ് ഈ തീരുമാനമെടുത്തത്. മന്ത്രിസഭ ചർച്ച ചെയ്താണ് ഈ തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഏകപക്ഷീയമായി മുഖ്യമന്ത്രി അല്ല ഈ തീരുമാനമെടുത്തത് എന്നുകൂടി അദ്ദേഹം ആ ഒരു പങ്കുപറ്റുന്ന ഒരു നിലപാട് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ വലിയ സംശയങ്ങൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് വരികയാണ്. അരുൺ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടല്ല. നേരത്തെ കെ ബി പ്രദീപ്, ആ നിയമനം വലിയ നാണക്കേടായി കോൺഗ്രസിന്, ആ നിയമനം വലിയ നാണക്കേടായി സർക്കാരിന്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ രാജി മുഖ്യമന്ത്രിക്ക് വാങ്ങേണ്ടി വന്നു. അതല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. ഏതായാലും ഈ സർക്കാർ അധികാരത്തിൽ വന്ന് എത്ര തവണയാണ് നമ്മൾ കേൾക്കുന്നത് സംഘപരിവാർ അനുകൂലികളായ വ്യക്തികളെ പല പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും നിയമിക്കുന്നു എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ ആശങ്ക ഉയരുന്നത്? അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്കറിയാം. 2026 ഏപ്രിൽ 17 കേന്ദ്ര സർക്കാർ ഒരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു. ആ ബില്ല് എന്ന് പറയുന്നത് മണ്ഡല പുനർനിർണയത്തിനുള്ള ബില്ലായിരുന്നു. എന്തായിരുന്നു മണ്ഡല പുനർനിർണയം? രാജ്യത്താകെയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ബില്ലായിരുന്നു. അതിൻ്റെ മറവിൽ വനിതാ സംവരണ ബില്ല് എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും പ്രധാനപ്പെട്ട ലക്ഷ്യം മണ്ഡല പുനർനിർണയമായിരുന്നു. ആ പുനർനിർണയം ലോക്സഭയിൽ പാസ്സായില്ല. അത് 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയി. പക്ഷേ ആ നീക്കം കേന്ദ്ര സർക്കാർ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. അന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു വാചകമുണ്ട്, ഈ പരാജയം അവസാനത്തെ പരാജയമാണ് എന്ന് ആരും കരുതേണ്ടതില്ല, ഈ ബില്ല് ഞങ്ങൾ പാസ്സാക്കിയെടുക്കും എന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കുക എന്നുള്ളത്, പാർലമെൻറ്റിൽ പാസ്സാക്കുക എന്നത്. പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ അവിടെ സംഭവിച്ചതെന്താ? തൃണമൂൽ കോൺഗ്രസിൻ്റെ 20 MP ബി ജെ പി പാളയത്തിലേക്ക് ചാടി. DMK ഇന്ന് ഏത് നിമിഷവും വേണമെങ്കിൽ വിഷയാധിഷ്ഠിതമായി കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകാം എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു. മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തി ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയെ ഇതാ വീണ്ടും പിളർത്തി ശിവസേന MP ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിലേക്ക് കൂറുമാറുന്നു. അവിടെ BJP പാളയത്തിലേക്ക് ശിവസേന MP മാറുന്നു. ഇനി വളരെ ചെറിയൊരു ശതമാനം MP, കുറച്ചെണ്ണം MP കൂടി BJP പാളയത്തിലേക്ക് പിന്തുണ നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ 2/3 ഭൂരിപക്ഷം അടുത്ത സമീപ ഭാവിയിൽ തന്നെ BJP ലോക്സഭയിൽ ഉറപ്പാക്കും.
2027 ഞാൻ മനസ്സിലാക്കുന്നത് ഈ മണ്ഡല പുനർനിർണയ ബില്ല് ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷത്തോടുകൂടി BJP കേന്ദ്ര സർക്കാർ പാസ്സാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് ഒരുപക്ഷെ BJP പോകാനുള്ള സാധ്യതയുണ്ട്. അതിനു മുൻപ് ഇപ്പോൾ സെൻസസ് നടക്കാൻ പോകുന്നു. പക്ഷേ 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ 2027 28 ഈ മണ്ഡല പുനർനിർണയം കൂടി നടപ്പാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അവിടെയാണ് നമ്മൾ കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിയമനത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. നോക്കൂ, ഈ മണ്ഡല പുനർനിർണയം വരുമ്പോൾ അതിൻ്റെ ഡീലിമിറ്റേഷൻ്റെ ഒരു കമ്മീഷൻ തീരുമാനിക്കുമ്പോൾ അതിൽ 3 അംഗങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി, അതല്ലെങ്കിൽ ഒരു വർക്കിംഗ് സുപ്രീം കോടതി ജഡ്ജി. രണ്ടാമത്തെയാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ അതല്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായിരിക്കാം. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ആ പോസ്റ്റിലേക്കാണ് ശേഷാദ്രിനാഥ് എന്ന് പറയുന്ന ആൾ വരാൻ പോകുന്നത്. അവിടെയാണ് ഈ പോസ്റ്റിൻ്റെ ഒരു ക്രിട്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ കേരളത്തിൽ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കാൻ തീരുമാനിക്കുന്നു. ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമല്ല, നിയമസഭാ മണ്ഡലങ്ങൾ വരും. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനവും വരാം. അപ്പോൾ സംസ്ഥാനത്തെ മണ്ഡലങ്ങൾ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ പോകുന്ന മണ്ഡല പുനർനിർണയ കമ്മീഷനിലെ ഒരു സ്ഥിര അംഗമാകാൻ പോവുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുന്നത്. സ്ഥിര അംഗമാണ്. അപ്പോൾ അതെങ്ങനെ പുനർനിർണ്ണയിക്കണം, എങ്ങനെയാണ് ഈ മണ്ഡലങ്ങൾ വെട്ടിമുറിക്കേണ്ടത്, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി വെട്ടിമുറിക്കണം എന്നൊക്കെ വേണമെങ്കിൽ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു പദവിയിലേക്ക് വരാൻ പോകുന്നൊരു ഉദ്യോഗസ്ഥൻ്റെ നിയമനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അവിടെയാണ് ഈ സംശയങ്ങൾ അത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയരുന്നത്. മന്ത്രിസഭയിൽ എങ്ങനെയാണ് ഈ ഒരു നിയമനം വന്നത്? മന്ത്രിസഭയിൽ അവിടുത്തെ അജണ്ടയിലില്ലാത്ത വിഷയം മന്ത്രിസഭയിലേക്ക് വരികയും അത് മന്ത്രിസഭ അംഗീകരിക്കുകയുമായിരുന്നു. ഇനി ഗവർണർ ഒപ്പുവെച്ചാൽ ഈ നിയമനം സ്ഥിരപ്പെടുകയാണ്. പിന്നീട് 5 വർഷത്തേക്ക് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയി പ്രവർത്തിക്കാൻ പോകുന്നത് N. ശേഷാദ്രിനാഥനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിയമനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും രാഷ്ട്രീയമായി അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ ഉയരുന്ന ചോദ്യം എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ ഈ ബന്ധമൊന്നും അല്ലെങ്കിൽ BJP ബന്ധമൊന്നും ഞാൻ സ്ഥിരീകരിക്കുന്നില്ല. അത് സ്ഥിരീകരിക്കുന്നത് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആണ്. അദ്ദേഹത്തിനൊപ്പം തന്നെ കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ പല നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പോലും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നു, മന്ത്രിസഭ അറിഞ്ഞില്ല എന്ന് പറയുന്നു, മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു, UDFിലെ അംഗങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു, പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു, കോൺഗ്രസിൽ ചർച്ച ചെയ്തില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ തലത്തിൽ SIR അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമുയർത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ SIRന് മേൽനോട്ടം വഹിച്ച കേരളത്തിലെ ഇലക്ടറൽ ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചത് നേരത്തെ വിവാദമായിരുന്നു. ഖേൽക്കറുടെ കാര്യത്തിൽ അത് പിന്നെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് വെക്കാം, പക്ഷേ അത് വിവാദമായിരുന്നു. അവിടെ ആരോടും ചോദിക്കാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായ ആ തീരുമാനമെടുത്തു എന്നത് അന്ന് തന്നെ വിമർശിക്കപ്പെട്ടതാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ക്രിട്ടിക്കൽ പോസ്റ്റാണ്. അതാണ് പ്രശ്നം. ഈ വരുന്ന 5 വർഷത്തേക്ക് ഈ പോസ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത, ഏതെങ്കിലും വിഭാഗത്തിന് സ്വാധീനമില്ലാത്ത ഒരു സ്വതന്ത്രനായ ഭരണഘടനാപരമായും നിയമപരമായും ഒരു സുതാര്യമായി പ്രവർത്തിക്കുന്ന, ഏതെങ്കിലും തരത്തിൽ ബയാസ്ഡായി പ്രവർത്തിക്കാത്ത ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജിയോ അങ്ങനെയുള്ള വ്യക്തികൾ വേണം എന്നത് നിർബന്ധമാകുന്നത്. അവിടെയാണ് ഈ നിയമനം പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായും ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസ് ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലാണ്. ഇവിടെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ നിയമനം നടത്തിയത്? ആർക്ക് വേണ്ടിയാണ് ഈ നിയമനം നടത്തിയത്? ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഔട്ട് ഓഫ് അജണ്ടയായി ഈ വിഷയം മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു നിയമനം നടത്തുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു നിർബന്ധം? അതാണ് പ്രശ്നം. എന്തിനാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ ഇത്തരം പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരുന്നതിലുള്ള മുഖ്യമന്ത്രിയുടെ നിർബന്ധം എന്തിനാണ് എന്നതാണ് പ്രശ്നം. നേരത്തെ ദേവസ്വം വകുപ്പ് സ്പെഷ്യൽ പ്ലീഡറായി
KB പ്രദീപിനെ നിയമിക്കുന്നു. അപ്പോൾ KB പ്രദീപ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി പ്രകീർത്തിക്കുന്ന ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ദ ഗ്രേറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നാണ് മോദിയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകളും അങ്ങനെയുള്ള വിശേഷണങ്ങളും ഒക്കെ തന്നെ നടത്തുന്ന KB പ്രദീപിനെ നേരെ എടുത്തുകൊണ്ടുവന്ന് ദേവസ്വം വകുപ്പിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിക്കുകയാണ്. അറിയാലോ ഈ വിഷയം വിവാദമാകുമെന്ന്, അറിയാലോ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമെന്ന്, ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുമെന്ന് അറിയാലോ. എന്നിട്ടും എന്തുകൊണ്ട് ആ നിയമനത്തിലേക്ക് പോയി എന്നത് വലിയ സംശയമുണ്ടാക്കുന്ന ചോദ്യമാണ്. രണ്ടാമത്തെ വിഷയം, ഇപ്പോഴത്തെ ഈ നിയമനവും സ്വാഭാവികമായും ഇത് വിവാദമാകുമെന്ന് അറിയാത്ത ആളല്ലല്ലോ മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത്തരം നിയമനങ്ങൾ ഉണ്ടാകുന്നത്? അത് തീർച്ചയായും ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിൻ്റെ ഒരു നേട്ടം കൊയ്യുന്നത് ആരാണ്? BJP. നോക്കൂ, BJP കേരളത്തിൽ 3 MLA-മാരെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴും ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ BJP അപ്രസക്തമാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നതായിക്കോട്ടെ, കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, കാര്യമായി എവിടെയും BJP-യെ കാണാനില്ല. അപ്പോഴാണ് ഇവിടെ സംഘപരിവാർ നിയമനങ്ങൾ, സംഘപരിവാർ അനുകൂലികളുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയരുന്നത്. ഈ വിവാദങ്ങൾ ആർക്ക് സഹായിക്കും എന്നുള്ളതാണ് ചോദ്യം. അത് BJP-ക്ക് വലിയ തോതിൽ സഹായം ചെയ്യുന്നതായിരിക്കും എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയേ തീരൂ. ആ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ്. ഇന്ന് നിയമസഭയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇന്നൊരു വാർത്താ സമ്മേളനം ഉണ്ടാകേണ്ടതായിരുന്നു. ആ വാർത്താ സമ്മേളനവും ഉണ്ടായിട്ടില്ല. അതിലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നു. ഏതായാലും മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിലെ ജനങ്ങളോട് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതിനൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ മറുപടി പറയണം. അപ്പോൾ ഈ നിയമനം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല, ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിൻ്റെ കൂടി വിരുദ്ധമായ ഒരു നീക്കമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹൈക്കമാൻഡ് അടക്കം ഈ വിഷയത്തിൽ കാര്യമായ ഒരു നിരീക്ഷണം നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ സർക്കാരിൻ്റെ തുടക്കം മുതൽ പല നിയമനങ്ങളും സംശയമാണ്. പല നിയമനങ്ങളിലും വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇങ്ങനെയുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നത് എത്ര ചിന്തിച്ചിട്ടും, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകത്തില്ല. ശേഷാദ്രിനാഥന്റെ നിയമനം പുകയുന്നോ എന്നാണ് ചോദ്യം. പുകയുന്നോ സ്മൃതി? പുകയുന്നുണ്ട്. അത് കെട്ടടങ്ങുമോ അതോ പൊയിഞ്ഞ് പൊട്ടിത്തെറിക്കുമോ എന്നറിയില്ല. ഏതായാലും കോൺഗ്രസിലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഇങ്ങനെ ഓരോ മന്ത്രിസഭാ യോഗത്തിന് ശേഷവും വല്ലാതെ കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വളരെ വേഗമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നിലും ഒരു വ്യക്തത വരുത്തേണ്ട മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് ഇന്ന് നിയമസഭാ നടപടികൾ വളരെ നീണ്ടുപോയതുകൊണ്ട് വാർത്താ സമ്മേളനം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നാളെ ഈ നിയമസഭ അവസാനിക്കുകയാണല്ലോ, നാളെ ഉറപ്പായിട്ടും അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഇതിലൊരു വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മുടെ മുന്നിലുള്ള കാര്യം KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ് താനും. ഒരു സംഘപരിവാർ ബന്ധുവിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ദേശീയ തലത്തിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എങ്ങനെയാണ് BJP-ക്ക് വേണ്ടി, കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ള വിഷയം നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ മണ്ഡല പുനർനിർണയമൊക്കെ വരുമ്പോൾ BJP-ക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ ഉതകുന്ന ഒരാളെ ഇവിടെ നിയമിക്കുകയാണോ എന്ന ചോദ്യം വരുമ്പോൾ അത് വളരെ ഗുരുതരമാണ്. പക്ഷെ അതേസമയം ഈ 102 എന്ന വലിയ അക്കത്തിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്ന ഈ സർക്കാരിന് ഇനി മുന്നോട്ട് അത് 10 വർഷത്തേക്കൊക്കെയുള്ള വലിയ പദ്ധതികളൊക്കെ മുന്നിൽ കാണുമ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇനി തോൽക്കാനുള്ള ഒരു വഴി സ്വയം കുഴിച്ചിടുമോ എന്നൊരു ചോദ്യം ലോജിക്കലി നമുക്ക് ചോദിക്കാം. പക്ഷേ അപ്പോഴും ഒരു ഡീലുണ്ടോ? ഒരു ഡീലാണ്. പല കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടുമ്പോൾ പല കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു. കഴിഞ്ഞ സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം അതാണല്ലോ. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സർക്കാരിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹം ഒരു പാലമായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ആണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ സമാനമായി ഇപ്പോൾ ഈ ശേഷാദ്രിനാഥൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടും ഉയരുന്നു. അപ്പോൾ അതിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആരോപണം എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ അദ്ദേഹം SFI ആയിരുന്നു എന്ന കാര്യം കൂടി PM നിയാസ് പറയുന്നുണ്ട്. അദ്ദേഹം വിദ്യാർത്ഥി സംഘടനയിൽ SFIയിൽ പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് PM നിയാസ് KSUവിലായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം അഭിഭാഷകനായിരിക്കെ ഈ BJP അനുകൂല അഭിഭാഷക പരിഷത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണമായി ഉയരുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ പല ജഡ്ജിമാരും ഏത് രൂപത്തിലാണ് BJPക്ക് അനുകൂലമായി പ്രവർത്തിച്ചിട്ടുള്ള വിധികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ തന്നെ, നമുക്ക് ഏത് സംസ്ഥാനത്താണ് ഞാൻ ഓർക്കുന്നില്ല, നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് മുമ്പ്,
ഒരു ജഡ്ജി ഈ കോടതി വളപ്പിൽ തന്നെ അല്ലെ അഭിഭാഷക കമ്മീഷന്റെ യോഗം വിളിക്കുകയും അവിടെ എന്താണ് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ പ്രസ്താവിക്കുകയൊക്കെ ചെയ്തത്. അതിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി ആവശ്യപ്പെട്ടു മാപ്പ് ആരാണ്? അലഹബാദ് ഹൈക്കോടതി ജഡ്ജി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്ന ആരോപണം ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്ത് തന്നെ പറയുകയാണ്. ഇപ്പോൾ ജസ്റ്റിസ് നഗരേഷിന്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം സംഘപരിവാർ ബന്ധുവാണെന്ന് സ്വയം സമ്മതിക്കുന്ന ഒരു ജഡ്ജിയാണ്. അദ്ദേഹം ഹൈക്കോടതി ജഡ്ജി ആയ ശേഷം അതിനു മുമ്പ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് അത് ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ, അതായത് BJPയുമായി അനുഭാവം പുലർത്തുന്ന ഓഫീസർമാരുടെ കൂട്ടായ്മയാണ്. അതിൽ നഗരേഷ് ഒഴിഞ്ഞ ശേഷം അവിടേക്ക് അദ്ദേഹം തന്നെ സജസ്റ്റ് ചെയ്ത പേരാണത്രേ ഈ പറയുന്ന എന്താണ് ശേഷാദ്രിനാഥൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ആ ഗ്രൂപ്പിൻ്റെ അഡ്മിനായി വരികയും ആ ഗ്രൂപ്പിൽ നടന്ന ചാറ്റുകളൊക്കെ BJP അനുകൂല ചർച്ചകളായിരുന്നു എന്നാണ് പറയുന്നത്. അത് പുറത്തേക്ക് വന്നാൽ ഉറപ്പായിട്ടും അതൊരു ഗുരുതരമായ വിഷയം. അത് നമുക്ക് നിലവിൽ നമ്മുടെ മുന്നിലില്ല. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ എന്നൊരു കാര്യം പറയുന്നു. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ, അത് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും ഉപയോഗിക്കാൻ ഒരു ജഡ്ജിക്ക് സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നും നമ്മുടെ മുന്നിലില്ലതാനും. അത് PM നിയാസിന് മുന്നോട്ട് വയ്ക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അത് അങ്ങനെ ഉണ്ട് എങ്കിൽ അതിൻ്റെ തെളിവുകൾ പുറത്തു വരേണ്ടതാണ്. അത് വളരെ ഗുരുതരമായ ആരോപണമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ജഡ്ജി അങ്ങനെ പ്രവർത്തിക്കുമോ? പട്ടാളത്തിലും എയർഫോഴ്സിലും BJPക്ക് അനുകൂലമായി സംഘപരിവാർ അനുകൂലമായി പ്രവർത്തിക്കുന്നുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണല്ലോ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ കേരളത്തിലേക്ക് തിരഞ്ഞെടുക്കുമോ എന്നൊരു ചോദ്യം അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിയാസിൻ്റെതായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇങ്ങനെയൊരു ആരോപണം PM നിയാസ് ആദ്യമായി മാധ്യമങ്ങളിലൂടെയാണ് പുറത്തു വരുന്നത് അല്ലേ? അദ്ദേഹം നേരെ കോൺഗ്രസ് നേതാക്കളോട് പറയുകയല്ല ചെയ്തിരിക്കുന്നത്. ആദ്യം മാധ്യമങ്ങളോട് പുറത്തു പറയുന്നു. പിന്നീട് അദ്ദേഹം അത് AICCക്ക് ഹൈക്കമാൻഡിന് പരാതി നൽകുന്നു. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റിന് നൽകുന്നുണ്ട്, ആഭ്യന്തരമന്ത്രിക്ക് നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിയമമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് ഈ പേര് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ച ഈ പേര് ഗവർണർക്ക് കൈമാറുക. അപ്പോൾ മുഖ്യമന്ത്രിക്കല്ല അദ്ദേഹം ആദ്യം പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പരാതി നൽകിയെന്ന് പറയുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിക്ക് നൽകുന്നു, ഈ പറയുന്ന ഹൈക്കമാൻഡിന് പരാതി നൽകുന്നു. പിന്നെ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന ഒരു ചിത്രം എന്നുള്ളത് അതും നമുക്ക് വേണമെങ്കിൽ സംശയിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് ലക്ഷദ്വീപിൽ അദ്ദേഹം കുറച്ചു കാലം ജഡ്ജിയായിരുന്നു. ലക്ഷദ്വീപിൽ അദ്ദേഹം ജഡ്ജി ആയിരിക്കുന്ന സമയത്ത് അവിടെ നിന്നും ഒഴിയുന്ന സമയത്ത് അദ്ദേഹത്തെ പ്രഫുൽ പട്ടേൽ, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, നമുക്കറിയാം ലക്ഷദ്വീപിലെ എന്താണോ ലക്ഷദ്വീപിൻ്റെ ഒരു സാഹചര്യം, അവിടുത്തെ ഒരു സ്ഥിതി, ആ സ്ഥിതിയെ തകിടം മറിക്കുന്ന രൂപത്തിൽ എങ്ങനെയാണ് BJP കേന്ദ്ര സർക്കാർ പല നിയമങ്ങൾ കൊണ്ടുവന്നത്, അവിടുത്തെ ജനജീവിതത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന പല തീരുമാനങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടത്തേക്ക് ടൂറിസ്റ്റുകൾക്ക് ഒഴുകാൻ വേണ്ടി അവിടെ മദ്യം കൊണ്ടുവരുന്നു അല്ലേ, അവിടെ നിരോധനം അവിടെ എടുത്തു കളയുന്നു. അങ്ങനെ പല തീരുമാനങ്ങളും. അവിടെ അദ്ദേഹം ജഡ്ജിയായി നിയമിക്കപ്പെടുമ്പോൾ പല വിധികളും ഈ പറയുന്ന BJPക്ക് അനുകൂലമായ വിധികൾ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. തിരിച്ചുള്ള BJPയെ വിമർശിച്ചുകൊണ്ടുള്ള, കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള വിധികളും ഉണ്ടായിട്ടുണ്ടെന്ന് ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കും. ഇതൊന്നും നമ്മുടെ മുന്നിൽ തെളിവുകളായിട്ടില്ല, ഇത് ആരോപണം മാത്രമാണ്. പക്ഷേ ഈ പറയുന്ന പ്രഫുൽ പട്ടേൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിക്കൊണ്ട്, അദ്ദേഹത്തിനും ഭാര്യയ്ക്കും യാത്രയയപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു ചിത്രം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ഈ പറയുന്ന കുറിയിട്ടിരിക്കുന്ന ശേഷാദ്രിനാഥനെ, കുറിയൊക്കെ ഒരു വിഷയമാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു വിഷയമല്ല എന്നാണ്. ഈ പറയുന്ന കുറിയും അതുപോലെ നിസ്കാരത്താഴും ഒരു വിഷയമാക്കരുത്, വർഗീയതയുടെ അടയാളമല്ല എന്ന് ഒരു വസ്തു പറയുന്നത് അത് ആ രൂപത്തിൽ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു ജഡ്ജിയായിരിക്കെ അത് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ചില സംശയങ്ങൾ ഉയരാം. ഈ പറയുന്ന പ്രഫുൽ പട്ടേലിന് അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു ജഡ്ജിയായിരുന്നു എന്ന് വേണം എങ്കിൽ ആ ഫോട്ടോയിൽ നിന്ന് മനസ്സിലാക്കാം. അതിലപ്പുറമുള്ള ആരോപണങ്ങൾ, അത് തെളിവുകൾ പുറത്തേക്ക് വരികയാണെങ്കിൽ അത് ഗുരുതരമായ ആരോപണമാണ്. ഇത് മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുണ്ട്, മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, മന്ത്രിമാർ കണ്ടിട്ടുണ്ട്, മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു എതിർപ്പുണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഏകപക്ഷീയമായ തീരുമാനമാണെങ്കിൽ ആ തരത്തിലും പുറത്തു വരേണ്ടത്. നമുക്കിപ്പോൾ ഏക ശബ്ദമായി പുറത്തു വന്നിരിക്കുന്നത് PM നിയാസിൻ്റെ ശബ്ദം മാത്രമാണ്. അതിൽ KM ഷാജി പറയുന്നു അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ഒരു തീരുമാനം വരേണ്ടതെന്നുകൊണ്ട് KM ഷാജി അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലപ്പുറം പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിലെ നേരത്തെ ഉണ്ടായിരിക്കുന്ന ഒരു ഭിന്നതയുടെ തുടർച്ചയായിട്ട് കൂടി അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. നമുക്ക് അതിനും തെളിവുകളില്ല. അങ്ങനെയാണെങ്കിൽ PM നിയാസ് മാത്രമോ എന്നൊരു ചോദ്യമുണ്ട്. നിയാസിൻ്റെ ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. മുഖ്യമന്ത്രി നാളെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. പല തീരുമാനങ്ങളിലായി പിന്നാക്കം പോകേണ്ടി വരുന്ന അവസ്ഥ ഇപ്പോൾ ഈ സ്പെഷ്യൽ പ്ലീഡറുടെ കാര്യത്തിൽ പിന്നാക്കം പോയതും ഈ പറയുന്ന തരത്തിലൊരു ബന്ധം ആരോപിച്ചിട്ടുകൊണ്ടാണ്. അപ്പോൾ അത് വരുമ്പോൾ അതിന് സമാനമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനം വരികയാണെങ്കിൽ അത് ഗുരുതരമായ ആരോപണമാണ്. അതിൽ മുഖ്യമന്ത്രി നാളെ വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോഴും അത് വേഗമായി നിൽക്കുന്ന ഒരു ആരോപണം ആയതുകൊണ്ട് എനിക്കും അതിലൊരു വ്യക്തതയില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങൾ ഒരു മതിയായ ഒരു തെളിവായി ഞാൻ കാണുന്നില്ല.
ഇനിയും തെളിവുകൾ പുറത്ത് വരേണ്ടതുണ്ട്. PM നിയാസ് അതിൽ ഉറച്ചു നിൽക്കുന്നു, വളരെ ശക്തമായി തന്നെ അത് പറയുന്നുമുണ്ട്. അപ്പുറത്ത് വരുന്ന മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത് PM നിയാസ് ഒരു പേര് മുന്നോട്ട് വെച്ചു. ആ പേരിലുള്ള ആ വ്യക്തിയെ തിരഞ്ഞെടുക്കാത്തത് കൊണ്ടുള്ള പ്രതിഷേധമാണ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും ഒറ്റയ്ക്ക് ഒരു KPCC ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു പ്രതിഷേധം ഉന്നയിക്കാനുള്ള ധൈര്യം വരുമോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം എനിക്കുണ്ട്. ശേഷാദ്രിനാഥനെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാനുള്ള തീരുമാനം പുകയുന്നു എന്നുള്ളതാണ് ചോദ്യം. പുകയുന്നത് ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും ഗൗരവമേറിയ വിഷയം. രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനം അതീവ രാഷ്ട്രീയ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ വേണം എന്ന് പറയുന്നത്? ഞാൻ ആ ഭാഗത്ത് ഒരു പരിധിവരെ PM നിയാസിൻ്റെ ഭാഗത്താണ്. എന്തുകൊണ്ടെന്നാൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായൊരു നിയമനമാണ് നടത്താൻ പോകുന്നതെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പരിരക്ഷയുള്ള ഈ പദവി അടുത്ത 5 വർഷം നിർണായകമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ രാജ്യത്ത് നടക്കാൻ പോകുമ്പോൾ സുപ്രധാന പദവിയും സുപ്രധാന ഉത്തരവാദിത്വവും വഹിക്കേണ്ട ഒരു ചുമതലയുള്ള ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്ക് ഏതെങ്കിലും തരത്തിൽ സംഘപരിവാർ ബന്ധമുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അത് കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന മാറ്റം ചെറുതായിരിക്കില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരം ഓരോ സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് അവിടുത്തെ പഞ്ചായത്തിൻ്റെതാണെങ്കിലും മുനിസിപ്പാലിറ്റിയുടേതാണെങ്കിലും എല്ലാ തിരഞ്ഞെടുപ്പുകളും നിയന്ത്രിക്കുന്നത്. എന്നാൽ ഇത് കൂടാതെ 2002 ഡീലിമിറ്റേഷൻ ആക്ട് പ്രകാരവും 2026 ഡീലിമിറ്റേഷൻ കമ്മീഷൻ ബില്ല് പ്രകാരവും ഈ ഇലക്ഷൻ കമ്മീഷണർക്ക് വളരെ സുപ്രധാനമായ റോളുകളുണ്ട്. ഒന്ന്, സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ബൗണ്ടറികൾ നിശ്ചയിക്കുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാനാണ് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ. രണ്ട്, സംസ്ഥാനത്തെ അസംബ്ലിയുടെയും ലോക്സഭാ മണ്ഡലങ്ങളുടെയും അതിർത്തി നിശ്ചയിക്കുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനിലെ 3 അംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലുള്ളയാളായിരിക്കും ഈ ഇലക്ഷൻ കമ്മീഷണർ. അപ്പോൾ 2029 ഈ ഡീലിമിറ്റേഷൻ ബില്ല് പ്രകാരമുള്ള ഡീലിമിറ്റേഷൻ നിലവിൽ വരുമ്പോൾ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെയും നിയമസഭാ മണ്ഡലങ്ങളുടെയും പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തി നിശ്ചയിക്കാൻ പോകുന്നയാളായിരിക്കും ഈ ശേഷാദ്രിനാഥൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ശേഷാദ്രിനാഥൻ്റെ നിയമനം ഗൗരവത്തോടുകൂടി, അഥവാ ആ ഇലക്ഷൻ ഓഫീസറുടെ നിയമനം വളരെ സൂക്ഷ്മതയോടു കൂടിയാവണം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ എന്താണ് ബംഗാളിൽ സംഭവിച്ചത് എന്ന്. ബംഗാളിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ബംഗാളിൽ സുവേന്ദു അധികാരി തൻ്റെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത് മനോജ് അഗർവാൾ എന്ന പശ്ചിമ ബംഗാളിലെ അന്നത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസറെയാണ്. പ്രത്യുപകാരമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഉപദേശകനായി നിയമിച്ചതാവട്ടെ സുബ്രതോ ഗുപ്ത എന്ന അന്നത്തെ സ്പെഷ്യൽ റോൾ ഒബ്സർവറെയായിരുന്നു. അതായത് SIR കൃത്യമായി നടപ്പിലാക്കി 27 ലക്ഷത്തോളം ആളുകളെ ഡിസ്ഇൻഫ്രാഞ്ചൈസ് ചെയ്ത ആ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നയാളെ തന്നെ BJP തങ്ങളുടെ സുപ്രധാന 2 പോസ്റ്റുകളിലേക്ക് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ സംഘപരിവാർ ബന്ധമുള്ള ഒരാളെ ഇലക്ഷൻ കമ്മീഷണർ എന്ന തസ്തികയിലേക്ക് നിയമിച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന ആഘാതം എത്രയായിരിക്കും എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. അപ്പോൾ അതാണ് ആ പദവിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ അങ്ങനെ ഈ പറയുന്ന ഒരു സംഘപരിവാർ ബന്ധം ഈ ശേഷാദ്രിനാഥൻ ഉണ്ടെന്ന് നമ്മുടെ മുന്നിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ മുന്നിൽ ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു വാർത്തയുണ്ട്. ആ വാർത്തയുടെ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ പറയുന്നത് ചില ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട അഭിഭാഷക പരിഷത്തിൻ്റെ അഭിഭാഷകരോട് ശേഷാദ്രിനാഥനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വാചകം ഹിന്ദു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. ഹിന്ദു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾക്ക് മതേതരനായിരിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. മുസ്ലിം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നയാൾക്ക് മതേതരനായിരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പ്രശ്നം ഇദ്ദേഹം ഏതെങ്കിലും തരത്തിൽ നേരിട്ട് സംഘപരിവാറിൻ്റെ ഏതെങ്കിലും സംഘടനയിൽ അംഗമാണോ എന്നുള്ളതാണ്. ഇതുവരെയും അതിനുള്ള വ്യക്തമായ തെളിവ് നമ്മുടെ മുന്നിലില്ല. ടു ബി ഫ്രാങ്ക്, വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ ആരുടെയും കയ്യിൽ ഈ സംഘപരിവാറിൻ്റെ പരിഷത്തിൻ്റെ ഏതെങ്കിലും ഔദ്യോഗിക സംഘപരിവാർ സംഘടനയുടെ ഭാഗമാണ് നിലവിൽ ഈ ശേഷാദ്രിനാഥനെന്നോ അദ്ദേഹത്തിന് 26 വർഷത്തെ ജുഡീഷ്യൽ സേവനത്തിനിടയിൽ എപ്പോഴെങ്കിലും സംഘപരിവാറിൻ്റെ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമാണോ എന്നുള്ളതിന് തെളിവുകൾ നമ്മുടെ മുന്നിൽ നേരിട്ടില്ല. ഇദ്ദേഹം ഓൾ ഇന്ത്യ ജഡ്ജ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. 2.5 വർഷക്കാലം കേരളത്തിലെ ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ അസോസിയേഷൻ്റെ അധ്യക്ഷനായി ഇരിക്കുകയും പ്രസിഡൻ്റായിരിക്കുകയും ചെയ്തയാളാണ്. ഇതിനും അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു വലിയ ട്രാക്ക് റെക്കോർഡുണ്ട്. അദ്ദേഹം കോഴിക്കോട് ജില്ലാ ജഡ്ജിയായിട്ട് വരുന്നത് പരീക്ഷ എഴുതിയാണ്. അദ്ദേഹം അഭിഭാഷകനായിരുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം SFI ആയിരുന്നു. PM നിയാസ് എന്ന് സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹം പിന്നീട് എറണാകുളത്ത് CBI കോടതിയുടെ ജഡ്ജിയാവുന്നുണ്ട്. അദ്ദേഹം കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ജഡ്ജിയാവുന്നുണ്ട്.
മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ ജഡ്ജി ആവുന്നുണ്ട്, തിരുവനന്തപുരത്ത് CJM കോടതിയിൽ ജഡ്ജി ആവുന്നുണ്ട്. അദ്ദേഹം റിട്ടയർമെന്റ് ചെയ്തതിന് ശേഷം ഇരിങ്ങാലക്കുട കുടുംബ കോടതി ജഡ്ജി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ പദവിയിൽ നിന്നാണ് അദ്ദേഹത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസർ എന്ന പദവിയിലേക്ക് നിയമിക്കാൻ പോകുന്നത്. ഈ പദവികളിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ഒരു വിധിയും സംഘപരിവാറിന് അനുകൂലമായിട്ട് വിധിച്ചു എന്ന് പറഞ്ഞ ഒരു വാർത്തയും നമ്മൾ ആരും ചെയ്തിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ശേഷാദ്രിനാഥന്റെ പേര് അങ്ങനെ വന്നതായി നമ്മൾ ഓർമ്മിക്കുന്നുമില്ല. ഇതാണ് നമുക്കറിയാവുന്ന ശേഷാദ്രിനാഥനെ കുറിച്ചുള്ളത്. എന്നാൽ PM നിയാസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കുറച്ചുകൂടി ശേഷാദ്രിനാഥനെ അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. കോഴിക്കോടുള്ള ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുമ്പോൾ രണ്ട് കാര്യം അവർ പറയുന്നുണ്ട്. ഒന്ന്, ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനല്ല, അതെല്ലാവരും തുറന്നു പറയുന്നുണ്ട്. ഇപ്പോൾ അജയ് തറയിലാണെങ്കിലും ശരി, ഇവിടെയുള്ള കെ ബാബു ആണെങ്കിലും ശരി, എറണാകുളത്തുള്ള ശേഷാദ്രിനാഥനെ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ അറിയില്ല. കോൺഗ്രസ് സംഘടനയിലും ലോയേഴ്സ് കോൺഗ്രസിലും ഇദ്ദേഹം അംഗമോ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചിട്ടോ ഇല്ല. കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഇദ്ദേഹം എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ആകെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ്, കോൺഗ്രസുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് ശേഷാദ്രിനാഥൻ എന്നുള്ളത്. അഥവാ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ചേർന്നു പോകാത്ത ഒരാളാണ്. അപ്പോൾ ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്തരമൊരു നിയമനം നടത്തുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്നു പോകുന്ന ഒരാളെയല്ലേ വെക്കേണ്ടത് എന്നുള്ളത് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. എനിക്കത് ചോദിക്കാൻ പറ്റൂല. കാരണം ആ പദവി എന്ന് പറയുന്നത് നിഷ്പക്ഷനായിരിക്കേണ്ട, ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ട ഒരാളാണ്. ഏതെങ്കിലും പാർട്ടിയുടെ ലോയൽറ്റിയുള്ള ഒരാളെ നിയമിക്കേണ്ട പോസ്റ്റ് അല്ല എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ്സുകാർ ഇതിനകത്ത് ആശങ്കപ്പെടാനൊരു കാരണമുണ്ട്. അതാണ് ഇതിനകത്ത് രണ്ടാമത്തെ കാര്യം. എന്താണ് ആശങ്ക? കോഴിക്കോട് കോർപ്പറേഷൻ പരാജയപ്പെട്ടതിന് കാരണമായി ഇന്നും കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാർ കരുതുന്നത് ഷാജഹാൻ അന്ന് ചീഫ് ഇലക്ഷൻ ഓഫീസറായിരുന്നപ്പോൾ നടത്തിയ ഡീലിമിറ്റേഷനാണ്. അതുപ്രകാരം എന്ത് സംഭവിച്ചു? ഇപ്പോൾ അവിടെ 624 വോട്ടങ്ങാണ്ടേ കൂടിയിട്ടുള്ളൂ BJPക്ക്. പക്ഷേ 6 സീറ്റ് അവിടെ കൂടുന്ന നിലയുണ്ടായി. 10-17,000-ഓളം വോട്ട് കൂടിയിട്ടുണ്ട് കോൺഗ്രസിന്. പക്ഷേ ആകെ 10 സീറ്റ് കോഴിക്കോട് കോർപ്പറേഷൻ കിട്ടിയിട്ടുള്ളൂ. കോഴിക്കോട് കോർപ്പറേഷൻ കിട്ടാതെ പോയതിൻ്റെ കാരണമായി കണക്കാക്കപ്പെടുന്നത് ഈ ഡീലിമിറ്റേഷൻ അന്ന് ശാസ്ത്രീയമായിട്ടല്ല നടത്തിയത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പദവിയിലേക്ക് ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്ന സമയത്ത് ആ മണ്ഡല പുനർനിർണ്ണയം നടത്തേണ്ട ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന 3-ൽ ഒരാളായിരിക്കുന്നയാളെ തീരുമാനിക്കുമ്പോൾ അത് കുറച്ചുകൂടി അവധാനതയോടുകൂടി വേണമായിരുന്നു എന്നുള്ളതാണ് PM നിയാസ് ഉന്നയിക്കുന്നത്. കൂടാതെ ചില സംഘപരിവാർ അസോസിയേഷനുകളിൽ, ഗ്രൂപ്പുകളിലൊക്കെ ഇദ്ദേഹം ആക്റ്റീവായിരുന്നു എന്ന മട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ സഹപാഠികളുടെ വാട്സപ്പ് മെസ്സേജൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊന്നും നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളല്ല. അദ്ദേഹം നേരിട്ട് ഏതെങ്കിലും തരത്തിൽ സംഘപരിവാറിൻ്റെ പദവി വഹിച്ചിരുന്നതായി നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ തെളിവുകളും നമ്മുടെ കയ്യിൽ ഈ ഘട്ടത്തിലില്ല. നാളെ ആ തെളിവുകൾ പുറത്തു വന്നാൽ നമുക്ക് ആ സമയത്ത് അങ്ങനെ സംസാരിക്കാം. പക്ഷെ പ്രശ്നം അവിടെയല്ല. എന്തുകൊണ്ടാണ് VD സതീശൻ പറിക്കുന്ന ആണിയല്ല ഇങ്ങനെയാവുന്നത് എന്നുള്ളതാണ്. പറിച്ചുകൊണ്ടിരിക്കുന്ന ആണി മുഴുവൻ അങ്ങനെയുള്ളതായി തീരുകയാണ്. ഇതാ നോക്കൂ, KB പ്രദീപ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഗോവർദ്ധൻ്റെയും ഈ ഭണ്ഡാരിയുടെയും എല്ലാം വക്കീലിനെ പിടിച്ച് സംസ്ഥാനത്ത് ഇതേ അമ്പലമുള്ള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി തീരുമാനിക്കുകയാണ്. അപ്പോൾ പിടിക്കുന്ന ആണിയെല്ലാം ഇങ്ങനെയുള്ള ആണിയായി തീരുന്നതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട വിഷയമാണ്. അത് വേണമെങ്കിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഒരു സോഫ്റ്റ് ഹിന്ദു പൊസിഷനാണോ എന്നുള്ളത് സംശയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. 2 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണം നോക്കൂ. എത്ര നഗ്നമായിട്ടാണ് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വന്ന വാർത്ത കേരള സർവകലാശാലയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് വൈസ് ചാൻസലർ ഒരാളെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സിൻഡിക്കേറ്റ് തീരുമാനിക്കേണ്ടതാണ്. സിൻഡിക്കേറ്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ആ തീരുമാനം. കണ്ണൂർ സർവകലാശാലയിൽ മിഷൻ മലയാളത്തിൻ്റെ ഡയറക്ടറായിട്ട് അവിടുത്തെ ഒരു സംഘ നേതാവിനെ തീരുമാനിച്ചിരിക്കുന്നു ഗവർണർ എന്നുള്ളതാണ്. എവിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? എവിടെ ഒരു വാക്കുകൊണ്ട് പോലും VD സതീശൻ പ്രതികരിച്ചോ? സംഘപരിവാർ MG സർവകലാശാലയിൽ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചു. അതിനുശേഷം അവിടെ 19ഓളം പ്രതിനിധികളെ തീരുമാനിച്ചു. ഇതെല്ലാം ഗവർണർ സംഘപരിവാർ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാ നോക്കൂ, കാർഷിക സർവകലാശാലയിൽ സജിത റാണി എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ നേതാവിനെ സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് വെട്ടി VC ആയി നിയമിച്ചു. ഇങ്ങനെയൊക്കെ വന്നിട്ടും കമാന്നൊരക്ഷരം മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ്. അവിടെയാണ് KB പ്രദീപിൻ്റെ നിയമനമടക്കമുള്ള വിഷയങ്ങളും സംശയമുണ്ടാക്കുന്നത്. അവിടെയാണ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയി JDS-ന്റെ നേതാവായ മൊഹീനെയും BJPയുടെ സഹായത്തോടു കൂടി MLC ആയിട്ട് വന്ന BM ഫറൂഖിനെയും കണ്ടത് എന്തിനാണ് എന്ന ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഉത്തരം കിട്ടാത്ത പ്രഹേളികയായി തന്നെ നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചിട്ട് ഒരു ഡിസന്റ് നോട്ട് എന്തുകൊണ്ട് ലോക് ഭവനിലേക്ക് താങ്കൾ എഴുതിയില്ല? അദ്ദേഹം പറഞ്ഞ വാചകം, ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഏറ്റുമുട്ടലിന്
ചോദ്യത്തിനൊന്നും ഇല്ല എന്നുള്ളതാണ്. ഗവർണറുമായി ചില സാഹചര്യങ്ങളിൽ ഏറ്റുമുട്ടേണ്ടി വരും. അത് കോൺഗ്രസിന്റെ തന്നെ പോളിസിയാണ്. കാരണം എന്താ, ഈ സർക്കാർ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ സമരസപ്പെടലല്ല, ചില സമയങ്ങളിൽ ഭരണവും സമരവും ഒരുമിച്ച് തന്നെ ചെയ്യേണ്ടി വരും. അവിടെയാണ് വി ഡി സതീശൻ ഒരു തന്ത്രപരമായ നിലപാടെടുത്തത്. ഞങ്ങൾ ഏറ്റുമുട്ടാനൊന്നുമില്ല എന്നുള്ളതാണ്. ഏറ്റുമുട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കാണുന്നു. ഒന്നൊഴിയാതെ എല്ലാ സർവകലാശാലകളിലും ഗവർണർ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. സംഘവൽക്കരണം നടന്നിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും പാലിക്കുന്ന മൗനം ഗവർണർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു അവസരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തീർന്നില്ലല്ലോ. ധവളപത്രത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരു വരി എഴുതിയോ വി ഡി സതീശൻ? ഇതെല്ലാം കൂട്ടിയൊഴിക്കുമ്പോൾ PMAയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന എന്ന ലോഗോ പതിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ച് കത്തെഴുതിയിട്ടുണ്ട്. അന്ന് സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു നയമുണ്ടായിരുന്നു. എന്നാൽ KM ഷാജി പറഞ്ഞത് എന്താ, അങ്ങനെ ഒരു ലോഗോ പതിപ്പിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ പൈസ വരാതിരിക്കുന്ന ഒരു സാഹചര്യം, അതിനെ തടയുന്നത് കൊണ്ട് പൈസ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ലോഗോ പതിക്കുന്നതിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അതേസമയം സംസ്ഥാന സർക്കാർ റിട്ടേണായിട്ട് കേന്ദ്ര സർക്കാർ എഴുതി കൊടുത്തിട്ടുണ്ട്, ജനങ്ങളുടെ ആത്മാഭിമാനത്തിന് മേൽ ലോഗോ പതിപ്പിക്കുന്നത് ശരിയല്ല എന്ന് സംസ്ഥാന സർക്കാർ എഴുതിയ കത്ത് റിപ്പോർട്ടർ TV പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. സാവധാനം സംഘവൽക്കരണത്തിന് അഥവാ സാവധാനം BJPക്ക്, ഹിന്ദുത്വ ശക്തികൾക്ക് അടിയറവ് പറയുന്ന ഭരണകൂടമായി മാറുകയാണോ എന്ന് ചില ആളുകൾ സംശയിക്കുന്നു. അതിലേറ്റവും ഗൗരവമേറിയ വിഷയം KPCCയുടെ ജനറൽ സെക്രട്ടറി ചുമതലയുള്ള PM നിയാസ്. ഇത് PM നിയാസ് ഒറ്റയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശമല്ല, പകരം ഇത് നിരവധി കോൺഗ്രസ് നേതാക്കളുടെ ആശയമാണ്, അവരുടെ ഒരു ആശങ്കയാണ് യഥാർത്ഥത്തിൽ PM നിയാസ് ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത കത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നുണ്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി എടുത്തതിന് ശേഷം മാത്രമേ നിയമനം നടത്താവൂ, KM ഷാജിക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. എൻ്റെ ചോദ്യം KM ഷാജിയോടും ഈ മുഖ്യമന്ത്രിയോടുമാണ്. നിങ്ങൾ ഇതിനു മുൻപ് ഈ നിയമനം നടത്തുന്നതിന് മുമ്പ് KB പ്രദീപിനെ കുറിച്ച് എന്തെങ്കിലും പശ്ചാത്തലം അന്വേഷിച്ചിരുന്നോ? മുഖ്യമന്ത്രി വി ഡി സതീശനോടുള്ള എൻ്റെ ചോദ്യമാണ്. നിയമവകുപ്പ് മന്ത്രിയാണല്ലോ. അന്ന് അദ്ദേഹം പറഞ്ഞ ന്യായീകരണം എന്നെ അത്ഭുതപ്പെടുത്തി. ഇവർ ഏതൊക്കെ കേസ് വാദിച്ചു എന്നത് എങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കുക എന്നാണ്. ആരെയാണ് സർക്കാരിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ട് നിയമിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ട് പുതിയ തസ്തികയുണ്ടാക്കി ഒരാളെ വെക്കുമ്പോൾ അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചില്ല എന്നാണ്. അയാൾ ഏത് കേസ് വാദിച്ചു എന്ന് ഞങ്ങൾ അന്വേഷിച്ചില്ല എന്നാണ്. കേരളം മുഴുവൻ അറിയാം KB പ്രദീപ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്ന തട്ടിപ്പുകാരൻ്റെ കമ്പനിയുടെ വക്കീലാണെന്ന്. അത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? മുഖ്യമന്ത്രി പറഞ്ഞ ന്യായീകരണമാണ്. അദ്ദേഹം ഏത് കേസ് വാദിച്ചു എങ്ങനെയാണ് ഞങ്ങൾ അറിയുക എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് ഇതേ നിലപാടാണ്. അപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നോ? ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ പരിശോധിച്ചിരുന്നോ? അതിനുശേഷമാണോ ശേഷാദ്രി തീരുമാനിച്ചത് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ വി ഡി സതീശൻ KB പ്രദീപിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ആണിയായി തീരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നാളെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയും. ആ മറുപടി നിലവിൽ KPCC ജനറൽ സെക്രട്ടറിക്ക് കൂടിയുള്ള മറുപടി ആയിട്ടാണ് നമ്മളിത് കണക്കാക്കുന്നത്. ഇതുവരെ ഉന്നയിച്ച ആരോപണം പോലെയല്ല. ഏതെങ്കിലും തരത്തിൽ ഒരു സംഘബന്ധുത്വം ഈ ശേഷാദ്രിനാഥിന് കൽപ്പിക്കപ്പെടുകയാണെങ്കിൽ, തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഈ നിയമനം അത്യന്തം അപകടകരമാകും. നിലവിൽ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെയും നമ്മുടെ മുന്നിൽ അങ്ങനെ തെളിവുകളില്ല. പക്ഷേ തെളിവുകൾ ഉണ്ടെന്ന് PM നിയാസ് പറയുന്നു. അത് പാർട്ടിക്കാണ് ബോധ്യപ്പെടേണ്ടത്. പാർട്ടി തന്നെ ആണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതും. അപ്പോൾ ശേഷാദ്രി പുകയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 3 പേരും യെസ് എന്നാണ് ഉത്തരം. Meet the editors.